ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ കഥാപാത്രങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നാഥന് വഴിയൊരുക്കിയവൻ്റെ അമ്മയായ എലിസബത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എലിസബത്തിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ചുരുക്കം ചില വാക്യങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചെറിയ വാക്കുകളിലൂടെ വിശുദ്ധ ലൂക്കോസ് വരച്ചു കാട്ടിയിരിക്കുന്ന എലിസബത്തിൻ്റെ ജീവിതം മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. ദൈവം പുരോഹിതനായി വിളിച്ച് വേർതിരിച്ച അഹറോൻ്റെ പിൻതലമുറക്കാരിയായ എലിസബത്തിനെ വിവാഹം കഴിച്ചത് സെഖരിയ പുരോഹിതനാണ്. ദേവാലയവും പ്രാർത്ഥനയുമായി കഴിഞ്ഞ ഈ ദമ്പതികൾ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായത്തിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. അമ്മയാകാത്ത സ്ത്രീകൾ ഭാഗ്യമില്ലാത്തവർ അല്ലെങ്കിൽ ദോഷമുള്ളവരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എലിസബത്തിന് മക്കളില്ലായിരുന്നു. എന്നാൽ ഈ കുറവ് ഒരിക്കലും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല. പ്രാർത്ഥനയോടെ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ച ഒരു ജീവിതമായിരുന്നു എലിസബത്തിൻ്റെയും സെഖരിയ പുരോഹിതൻ്റെയും. ദൈവഹിതമെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് തങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വൃദ്ധരായ ദമ്പതികൾ. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ ധൂപം കാട്ടുന്ന സെഖരിയ പുരോഹിതനേക്കാൾ വിശ്വാസ തീഷ്ണതയുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ച കാര്യം ദേവാലയത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവം നിനക്ക് നൽകുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്ത ഒരു സെഖരിയ പുരോഹിതനെയാണ് നാം കാണുന്നത്. അതിനടയാളമായി തൻ്റെ വാഗ്ദത്തം പൂർത്തീകരണം വരെ ഊമനായിരിക്കേണ്ടി വരുന്ന ഒരു സെഖരിയാവ്, ദേവാലയത്തിൽ നിന്ന് ഊമനായി തിരിച്ചു വരുന്ന തൻ്റെ ഭർത്താവ്. വ്യക്തമായി സ്പഷ്ടമായി തനിക്ക് എന്തു സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തൻ്റെ ഭർത്താവ് സാധ്യമായ രീതിയിൽ എലിസബത്തിനോട് ദൈവദൂതൻ്റെ അറിയിപ്പ് പങ്കുവയ്ക്കുമ്പോൾ എലിസബത്തിന് യാതൊരു സംശയവുമില്ല. അവൾ തനിക്കൊരു മകന് ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒപ്പം ഈ മകനെക്കുറിച്ച് സെഖരിയ പുരോഹിതനോട് ദൂതൻ പറഞ്ഞ വാക്കുകളും വിശ്വസിക്കുന്നു. ദൈവ പദ്ധതി അനുസരിച്ച് ഗർഭിണിയായ എലിസബത്ത് ദൈവം മനുഷ്യരുടെ ഇടയിൽ തനിക്കുണ്ടായിരുന്ന നിന്ന നീക്കി എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ അവൾ വിഷമിക്കുകയായിരുന്നു. 5 മാസത്തോളം അവൾ ഒളിച്ചു പാർക്കുന്നു. എന്നാൽ 6-ാം മാസത്തിൽ ദൂതനിൽ നിന്ന് എലിസബത്ത് ഗർഭിണിയാണെന്ന വാർത്ത കേട്ട് അവളെ കാണാൻ മറിയ വരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ച എലിസബത്ത് മറിയയെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മറിയയുടെ ഗർഭധാരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. തനിക്ക് ജനിക്കാനിരിക്കുന്ന മകൻ ആർക്ക് വഴിയൊരുക്കുവാനുള്ള നിയോഗമായാണോ ജനിക്കുന്നത്, ആ നാഥനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ തന്നെ കാണാൻ വന്നിരിക്കുന്നു. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ സമയമായിരുന്നു. ഒപ്പം തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ വളരെ എളിമയോടെ എലിസബത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്ന്? മാത്രമല്ല ദൈവവചനം വിശ്വസിച്ച മറിയ എന്ന ചെറിയ പെൺകുട്ടിയെ അഭിനന്ദിക്കുവാനും എലിസബത്ത് മറക്കുന്നില്ല. 3 മാസം എലിസബത്തും മറിയയും ഒരുമിച്ച് താമസിക്കുന്നു. രണ്ടുപേരും പരസ്പരം സഹായിച്ചും ബലപ്പെടുത്തിയും തങ്ങൾക്ക് ലഭിച്ച ദൈവനിയോഗങ്ങളെക്കുറിച്ച് ധ്യാനിച്ചും അതിനായി തങ്ങളെ തന്നെ ഒരുക്കിയും ബലപ്പെടുത്തിയും ജീവിച്ച 3 മാസം. ദൈവം നിശ്ചയിച്ച സമയത്ത് എലിസബത്തിനൊരു മകൻ ജനിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ ലഭിച്ച എലിസബത്തിനോടൊപ്പം അവളുടെ ചാർച്ചക്കാരും അയൽക്കാരും സന്തോഷിച്ചു. ദൈവം തന്ന മകനെ ദൈവകൽപ്പന അനുസരിച്ച് പരിച്ഛേദനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ നാട്ടുനടുപ്പനുസരിച്ച് വീട്ടുകാരും മൂപ്പന്മാരും അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണമെന്ന് പറയുന്നു. എന്നാൽ എലിസബത്ത് അവരോട് പറയുന്നു, എൻ്റെ മകന് യോഹന്നാൻ എന്നാണ് പേര് വിളിക്കേണ്ടത്. കൂടി വന്ന പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം സെഖരിയാവിൻ്റെ വീട്ടിലാർക്കും യോഹന്നാൻ എന്ന പേരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സെഖരിയാവിനോട് ചോദിക്കുന്നു. അവരോട് വ്യക്തമായി തൻ്റെ അഭിപ്രായം പറയാൻ സാധിക്കാത്ത സെഖരിയാവ് ഒരു എഴുത്തുപലകയാൽ അവൻ്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി അവരെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സെഖരിയാവിൻ്റെ വായും നാവും തുറക്കുന്നു. അവൻ യഹോവയെ സ്തുതിക്കുന്നു. യോഹന്നാൻ്റെ ജനനത്തിന് ശേഷം എലിസബത്തിനെ ബൈബിളിൽ നാം കാണുന്നില്ല. എന്നാൽ
സ്വന്തം ജനത്തിൻ്റെ പാപം ചുമന്നൊഴിപ്പാൻ വന്ന ദൈവപുത്രന് വഴിയൊരുക്കുവാൻ തക്കവണ്ണം തൻ്റെ മകനെ വളർത്തുന്നതിൽ എലിസബത്ത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് യേശു പറയുമ്പോൾ അത് എലിസബത്തിനുള്ളൊരു അംഗീകാരമാണ്. സ്വന്തം മകനെ അവൻ്റെ നിയോഗ വഴികളിലൂടെ നടക്കുവാൻ സജ്ജയാക്കിയ ഒരമ്മയ്ക്കുള്ള അംഗീകാരം. ഈ ആധുനിക ലോകത്തിൽ നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ദാനമെന്നറിഞ്ഞ് അവരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യ കെട്ടുപണിക്ക് സജ്ജരാക്കുന്ന നല്ല പൗരന്മാരായി വളർത്തുവാൻ എലിസബത്ത് നമ്മെ വെല്ലുവിളിക്കുന്നു. വേദപുസ്തകത്തിന് പകരം ടാബ്ലറ്റും ഞായറാഴ്ച ആരാധനകൾക്ക് പകരം പഠന പാഠ്യേതര കോച്ചിങ്ങുകൾക്കും പ്രാധാന്യം നൽകുമ്പോൾ അമ്മ എന്ന നിലയിൽ നമ്മുടെ മക്കളുടെ നിയോഗ വഴികളിൽ നാം തടസ്സമാകുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് ദൈവം തന്ന മക്കളെ വളർത്തുവാൻ ഓരോ അമ്മമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.